ഹായ് വെൽക്കം ബാക്ക്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രെപ്പോസിഷൻസ് ഓഫ് പ്ലേസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രെപ്പോസിഷൻസ് ഓഫ് ടൈം, അതായത് സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രെപ്പോസിഷൻസ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇന്നും ഓണും അറ്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഇന്നും ഓണും അറ്റും പ്രെപ്പോസിഷൻസ് ഓഫ് ടൈം കൂടിയാണ്. സോ നമുക്ക് പ്രെപ്പോസിഷൻസ് ഓഫ് ടൈം നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ന് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുക? മന്ത്സിന്റെ മുമ്പിൽ, അതായത് മാസങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മൈ ബർത്ത്ഡേ ഈസ് ഇൻ ജൂൺ. എൻ്റെ ബർത്ത്ഡേ ജൂണിലാണ്. സോ ഇൻ ജൂൺ. അതുപോലെ തന്നെ സീസൺസിന്റെ മുമ്പിൽ, ഋതുക്കൾ, സ്പ്രിങ്, വിന്റർ, സമ്മർ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഇസ് ടു ഹോട്ട് ഇൻ സമ്മർ. സമ്മറിൽ ഭയങ്കര ചൂടാണ്. ഇൻ സമ്മർ. ദെൻ നെക്സ്റ്റ് വൺ, സെഞ്ചുറീസിന്റെ കേസിലും നമ്മൾ ഇന്നെന്ന് പറയുന്ന പ്രെപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. നൂറ്റാണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, താജ്മഹൽ വാസ് ബിൽഡ് ഇൻ ദി 17th century. 17th centuryയിലാണ് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇയേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി വാസ് ബോൺ ഇൻ 1880. അവന് 1880യിലാണ് ജനിച്ചിട്ടുള്ളത്. ദെൻ പാർട്സ് ഓഫ് ദ ഡേ. എന്താ പാർട്സ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലിന്റെ പാർട്ടുകൾ, മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയുന്നത് പകലിന്റെ പാർട്സ് ആണ് അല്ലെ. ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ ഇന്നെന്ന് പറയുന്ന പ്രിപ്പോഷനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ യൂഷ്വലി റിലാക്സ് ഇൻ ദ ഈവനിങ്. ഞാൻ സാധാരണയായിട്ടും ഈവനിങ്ങിലാണ് റിലാക്സ് ചെയ്യാറുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, ഓൺ നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുക? വീക്ക് ഡേയ്സിന്റെ മുമ്പിൽ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, ഇതിന്റെ ഒക്കെ മുമ്പിൽ ഓണാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ മീറ്റിംഗ് ഓൺ മൺഡേ മോർണിംഗ്. എനിക്ക് മൺഡേ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ഡേയ്സിന്റെ കേസിൽ, ഡേറ്റ്സിന്റെ കേസിലൊക്കെ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോഷനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദി എക്സാം ഈസ് ഓൺ 16th March. മാർച്ച് 16 എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡേ ആണ്, അല്ലെങ്കിൽ ഡേറ്റ് ആണ് അല്ലെ. ഇതിന്റെ മുമ്പിൽ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, അറ്റ് നമ്മളൊരു ക്ലോക്ക് ടൈമിന്റെ മുമ്പിൽ, 10 o'clock, 7 o'clock, ഇതിന്റെയൊക്കെ മുമ്പിലാണ് അറ്റ് യൂസ് ചെയ്യുന്നത്, ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയത്തിന് മുൻപിൽ. ഫോർ എക്സാമ്പിൾ, ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock. ഞാൻ 7 മണിക്ക് എണീക്കാറുണ്ട്. അതുപോലെ തന്നെ നൈറ്റിന്റെ കേസിലും നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോഷനാണ് യൂസ് ചെയ്യുന്നത്. ഐ വിൽ കോൾ യു അറ്റ് നൈറ്റ്. ഞാൻ നിന്നെ രാത്രി വിളിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണ സമയം, മീൽ ടൈമിന്റെ മുമ്പിലും നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോഷനാണ് യൂസ് ചെയ്യുന്നത്. വി മെറ്റ് അറ്റ് ലഞ്ച് ടൈം. ഞങ്ങൾ ലഞ്ച് ടൈമിന് കണ്ടുമുട്ടി. അടുത്ത പ്രിപ്പോസിഷനാണ് ഫോർ എന്ന് പറയുന്നത്. ഫോർ നമ്മൾ ഒരു സമയ കാലയളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതായത് നമ്മൾ പറയില്ലേ, ഇത്ര കാലമായിട്ട്, ഇത്ര സമയമായിട്ട് എന്നൊക്കെ പറയാറില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അനു ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours. അനു 2 മണിക്കൂറായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോറിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു പ്രെപ്പോസിഷനാണ് സിൻസ് എന്ന് പറയുന്നത്. ഫോർ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. സിൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുതൽ, ഇന്ന സമയം മുതൽ എന്ന് നമ്മൾ പറയാറില്ലേ. അതായത് ഒരു പ്രവൃത്തി തുടങ്ങിയത് ഇന്ന സമയം മുതലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് എന്ന് പറയുന്ന പ്രെപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഷി ഹാസ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2000. അവൾ 2000 മുതൽ ഇവിടെ ജീവിക്കുന്നു. അടുത്ത പ്രപ്പോസിഷനാണ് ബിഫോർ. ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മുന്നേ എന്നാണ് മീൻ ചെയ്യുന്നത്. മുന്നേ, മുൻപ്, ഇന്ന കാര്യത്തിന് മുൻപ് എന്ന് നമ്മൾ പറയാറില്ലേ. ഫോർ എക്സാമ്പിൾ, ഐ മെറ്റ് ഹർ ജസ്റ്റ് ബിഫോർ ഷീ ലെഫ്റ്റ്. അവൾ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അവളെ കണ്ടുമുട്ടി. അതുപോലെ തന്നെയാണ് ആഫ്റ്റർ. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ബിഫോറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ശേഷം എന്നാണ് മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് ടു ലീവ് ആഫ്റ്റർ ലഞ്ച്. എനിക്ക് ലഞ്ചിന് ശേഷം പോകണം. എനിക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം പോകണം. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ. അത് കഴിഞ്ഞതിന് ശേഷം, നെക്സ്റ്റ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരുമിച്ച് പറയാണ്, ഫ്രമും ടൂവും. ഈ ഫ്രമും ടൂവും ഒരു ടൈം സ്പാനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്.
അതിൻ്റെ തുടക്കം സ്റ്റാർട്ടിങ്ങിനെ സൂചിപ്പിക്കുന്നത് ഫ്രമ്മും ഈ ഒരു ടൈം സ്പാൻ്റെ എൻഡ് അല്ലെങ്കിൽ ലിമിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൂവും യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയാറില്ലേ ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് പറയാറില്ലേ, മുതൽ വരെ. ഇതാണ് ഫ്രമ്മും ടൂവിൻ്റെയും മീനിങ്. ഫോർ എക്സാമ്പിൾ, ഐ വർക്ക്ഡ് ദർ ഫ്രം 2010 to 2018. ഞാൻ 2010 മുതൽ 2018 വരെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് ഓഫ് ടൈം ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും പ്രപ്പോസിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു.